അപ്പോൾ സുഹൃത്തുക്കളെ, ട്രാവൽ ഡോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാശ്മീരിൽ നിന്നൊക്കെ ഇറങ്ങി വന്നു, നാട്ടിലെത്തി. പക്ഷേ നമ്മുടെ തറവാട് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. നമ്മുടെ തറവാടെന്ന് പറയുമ്പോൾ നമ്മുടെ വയനാട്. ഇത് ഞാൻ വയനാട്ടിലേക്ക് വീണ്ടും കയറുകയാണ്. ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. 1-2 റിസോർട്ടുകളൊക്കെ, പുതിയ റിസോർട്ടുകളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത്, ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നൊരു വീഡിയോ തന്നെയായിരുന്നു. നമ്മുടെ കൽപ്പറ്റയിലെ ഒലീവ്സ് റിസോർട്ട്, അങ്ങോട്ടാണ് പോകുന്നത്. കൽപ്പറ്റയിലെ ഒലീവ്സ് റിസോർട്ടിൽ 1-2 റൂംസും കൂടി അഡീഷണലായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് നല്ല പ്രീമിയം ടൈപ്പ് റൂംസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയിലുള്ള ആ പ്രീമിയം റൂംസിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര വന്നാലും മതിയാവാത്ത ഒരു സ്ഥലമാണ് വയനാട്. എത്ര കണ്ടാലും മതിയാവാത്ത, ഫാമിലിക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പ് നമ്മൾ എപ്പോഴും വരാൻ താല്പര്യപ്പെടുന്ന ഒരു ഇടമാണ് വയനാട്. വയനാടിൻ്റെ കാടിൻ്റെ ഭംഗി, വയനാടിൻ്റെ പ്രകൃതി, അതുപോലെ തന്നെ വയനാട്ടിലെ സംസ്കാരം, വയനാട്ടിലെ ഫുഡ്, അതുപോലെ തന്നെ അതിനേക്കാളൊക്കെ ഉപരി ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകൾ, അതുപോലെ തന്നെ ഇവിടുത്തെ റിസോർട്ടുകളൊക്കെ എല്ലാം കൊണ്ടും ഒരു അനുഗ്രഹീതമായിട്ടുള്ള നാടാണ് വയനാട്. അപ്പോൾ വയനാട്ടിലാണ് കുറച്ച് വീഡിയോസ്, ഇന്ന് 2 ദിവസത്തെ കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് വയനാട്ടിൽ നിന്നാണ് വരാൻ പോകുന്നത്. പലപ്പോഴും ഞാനിങ്ങനെ വയനാട്ടിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നത്, എന്താണ് ചെങ്ങായി വയനാട്ടിൽ ഇത്രത്തോനെ കാണാനുള്ളത്? പക്ഷെ ഞാൻ അവരോടൊക്കെ പറയാറുള്ളത്, എന്താണ് കാണാനില്ലാത്തത്? എത്ര കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. നമ്മൾ വയനാടിനെ കൂടുതൽ തൊട്ടറിയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ബാണാസുരയും അതുപോലെ തന്നെ പൂക്കോട് ലൈക്കൊന്നും അല്ല ഇവിടെ ഉള്ളത്. ഒരുപാട് ലോക്കലായിട്ടുള്ള, ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ടൂറിസങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് കാണാനുണ്ട്, അറിയാനുണ്ട്, അനുഭവിക്കാനുണ്ട്, അതുപോലെ തന്നെ പഠിക്കാനേറെ ഉണ്ട്. ഇവിടുത്തെ സംസ്കാരങ്ങൾ, ഇവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുടെ ജീവിതങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് സംഗതികളുള്ള ഒരു ഇടമാണ് വയനാട്. അപ്പോൾ നിങ്ങളൊക്കെ ഇനി വയനാട്ടിലേക്ക് വരുമ്പോൾ വെറുതെ ഒരു വയനാട് വന്ന് കാണുക എന്നതിനേക്കാളൊക്കെ ഉപരി ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ കാണാനും അറിയാനൊക്കെ നിങ്ങൾ ശ്രമിക്കുക. കുട്ടികളെ ചില്ലാക്കുന്നുണ്ട്. കുട്ടികൾ ക്യാമറ കണ്ടപ്പോൾ ഗോപ്രോ എന്ന് പറയുന്നുണ്ട് ജീപ്പിൻ്റെ ബാക്കിൽ നിന്ന്. ഓക്കെ, വയനാട്ടിൽ വരുമ്പോൾ വരുന്ന ഏതൊരു മനുഷ്യനും ഇവിടെ ഇറങ്ങിയിട്ടൊരു ഫോട്ടോ എടുക്കാത്തൊരു വയനാട് യാത്ര നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അത്രയ്ക്കും നല്ലൊരു അടിപൊളി സ്പോട്ടല്ലേ ഇത്. വയനാട്ടിൽ 9-ാം വളവിലെ സെൽഫിയൊക്കെ എടുത്ത് നമ്മളിതാ ഈ വയനാട് നമ്മളെ സ്വീകരിക്കുന്ന, വയനാട്ടിലേക്ക് സ്വാഗതം എന്നുള്ള ഈ ഒരു ഗേറ്റ് അങ്ങോട്ട് കാണുമ്പോൾ തുടങ്ങൂലേ, കുട്ടികളൊക്കെ പറയും ദേ വയനാടെത്തി എന്ന് പറയും. വയനാടെത്തി. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഒലീവ്സിലേക്കാണ്. അപ്പോൾ നമുക്ക് ഒലീവ്സിലെ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിവിടെ ഒലീവ്സിലെത്തി. ഒലീവ്സിൽ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഹട്ട് പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു റൂം, പ്രീമിയം റൂമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കയറി നോക്കുക, ഈ റൂമിൻ്റെ ഫെസിലിറ്റി, അതുപോലെ തന്നെ റൂമിൻ്റെ കാര്യം. വില്ലയുടെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ റൂമിലുള്ള ഓരോ ഫെസിലിറ്റി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതേ നല്ല ക്യൂട്ട് ഡിസൈനിൽ ചെയ്തിട്ടുള്ള, ഒലീവ്സിൽ വന്നു കഴിഞ്ഞാൽ ഒലീവ്സിൻ്റെ ഡിസൈനൊക്കെ ഞാൻ ഒലീവ്സിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനിങ് ഒക്കെ ഇതിൻ്റെ ഓണറായിട്ടുള്ള ബിജു ചേട്ടൻ്റെ സ്വന്തമായിട്ടുള്ള കൺസെപ്റ്റും അതുപോലെ തന്നെ ഡിസൈനിങ് ഒക്കെയാണ്. റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു സോഫ സെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ്, ഈ ഒരു ഏരിയയിലാണ്. ഇതെല്ലാ റൂമിലും, ഇവിടുത്തെ ഒലീവ്സിലെ എല്ലാ റൂമിലും ഇങ്ങനൊരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ, അതുപോലെ തന്നെ ഒരു സ്റ്റഡി ടേബിൾ പോലെയുള്ള ഒരു, നമുക്ക് എന്തെങ്കിലും ഓഫീസ് വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം. പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഷെൽഫ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഡ്രസ്സ്
കപ്പിൾസിന് മാത്രമല്ല, ഇനിയിപ്പോൾ ഒരു കപ്പിൾസിൻ്റെ കൂടെ ഒരു 2-3 കുട്ടികളൊക്കെ വരികയാണെങ്കിലും അവർക്ക് മുകളിൽ താമസിക്കാൻ പറ്റുന്ന ബെഡ് സ്പേസ് ഉള്ള ഒരു ഏരിയയും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. അതിന് മുന്നേ ഞാൻ ഇവിടുത്തെ ഇതിൻ്റെ ബാത്റൂം സൈഡ്, അതുപോലെ തന്നെ ഇവിടുത്തെ വാഷിംഗ് ഏരിയ ഒക്കെ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ഒരു വാഷിംഗ് ഏരിയ. നല്ല സൗകര്യമുള്ള, നല്ല വിസിബിൾ ആയിട്ടുള്ള നല്ലൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു ഗ്ലാസ് ഈ ഒരു സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാലും നല്ല സൗകര്യമുള്ള വലിയ ബാത്റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബാത്റൂം തന്നെയാണ് ഇവിടെ. ഇനി ഇതേ നമ്മൾ ഈ ഒരു കോണി കയറി പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ റൂമിലെ മറ്റൊരു ഏരിയ, ഒരു ബെഡ് സ്പേസ് ഉള്ള സ്ഥലമാണ്. ഇതിൻ്റെ മുകളിൽ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുട്ടികളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഫാമിലീൻ്റെ കൂടെ 2 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി നല്ല സൗകര്യത്തിൽ എക്സ്ട്രാ ബെഡ് ഒന്നും ഇടാതെ തന്നെ നല്ല സ്പേസ് ഉള്ള രീതിയിൽ കൺജസ്റ്റഡ് ആവാതെ താമസിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ നമുക്ക് താഴെയുള്ള ബാൽക്കണിയേക്കാൾ കൂടുതൽ നല്ല വ്യൂ നമുക്ക് ഈ റൂമിൻ്റെ ഉള്ളിൽ മുകളിലുള്ള ഈ ഒരു ഹട്ടിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. റൂമിൽ എങ്ങനെയുണ്ട്, നല്ല വിശാലമായിട്ടുള്ള നല്ല സ്പേസ് ഉള്ള നല്ല അടിപൊളി ഫെസിലിറ്റീസ് ഉള്ള നല്ല റൂമാണ്. പിന്നെ പൂൾ ഇവിടെ ഉണ്ട് ഈ സൈഡിൽ. ഇവിടെയാണ് നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള പൂളുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ ഷട്ടിൽ കളിക്കാൻ പറ്റുന്ന ഒരു കോർട്ടാണ് ഇവിടെ, ചെറിയൊരു കോർട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ ഇതാണ് ഒലീസിലെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്ന റൂംസൊക്കെ. മൊത്തം 6 റൂമുകളാണ് ഇങ്ങനെ നിരന്ന് കിടക്കുന്നത്. എല്ലാം നല്ല വെൽ ഫെസിലിറ്റി ഉള്ള നല്ല അടിപൊളി റൂമുകളാണ്. ഇതാണ് ഈ ഒരു ഏരിയയാണ് ഇവിടുത്തെ ചെറിയൊരു റീഡിങ് റൂം. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ബ്രിഡ്ജൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ കാണാത്തവർക്ക് വേണ്ടി, കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. ഇവിടെയാണ് റെസ്റ്റോറൻറ്റ് ഏരിയ വരുന്നത്. പിന്നെ ഇത് ഇവിടുത്തെ പൂളാണ്. ഞാൻ ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. പക്ഷേ എന്നിരുന്നാലും അത് കാണാത്തവർക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇവിടുത്തെ പൂള്. ഇവിടെ നിന്ന് ഇങ്ങനെ പൂളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെമ്പ്ര പീക്കിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ കിട്ടുന്ന തരത്തിലാണ് ഇവിടുത്തെ പൂളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു ഹട്ട് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം അതുപോലെ തന്നെ മോർണിംഗിലൊക്കെ നമുക്ക് വന്ന് ചായ കുടിച്ച് നല്ല ഇങ്ങനെ പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ഈ സ്പോട്ട്. ഇങ്ങനെയുള്ളൊരു സ്പോട്ട് തന്നെ ആയിരുന്നു അവിടെ ആ ഹട്ട് സെറ്റ് ചെയ്ത ഭാഗവും. ഇങ്ങനെയുള്ളൊരു ഏറുമാടം ണ്ട്. ചെസ്സ്, ക്യാരംസ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒലീവ്സിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ട്രഡീഷണൽ ലുക്ക്, വയനാടിൻ്റെ തനതായ സംസ്കാരം മുഴുവനും ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചതുപോലെയാണ് ഈ മൊത്തം ഒലീവ്സ് റിസോർട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും ഞാൻ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ റേറ്റിംഗ് ഒക്കെ നമ്മൾ ഒലീവ്സിൻ്റെ റേറ്റിംഗ് ഒക്കെ അപാര റേറ്റിംഗ് ഉള്ള റിസോർട്ടാണ്. ട്രിപ്പ് അഡ്വൈസർ വിന്നറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോളിഡേ IQ, അങ്ങനെയുള്ള ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഈ ഒലീവ്സ് എന്ന് പറയുന്ന കൽപ്പറ്റയിലെ റിസോർട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ താമസിച്ച റൂം ഇതാണ്. ഇവിടുത്തെ ഹട്ട്, ഇവിടുത്തെ പ്രീമിയം റൂം. ഞാൻ പറഞ്ഞല്ലോ 2 റൂമാണ് ഇതിൻ്റെ. താഴെയും മുകളിലുമായിട്ട് 2 ബെഡാണുള്ളത്. ഒരു കപ്പിൾസിന് മാത്രം വരികയാണെങ്കിൽ അവർക്ക് താഴെ കിടക്കാം.
പിന്നെ അവരുടെ കൂടെ ഇനി കുട്ടികളുണ്ടെങ്കിൽ അവർക്കും കൂടി സൗകര്യമുള്ളൊരു സെറ്റപ്പാണ് മുകളിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഫാമിലിക്ക് പുറത്തേക്ക് വേറെ റൂം എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഒന്നിൽ തന്നെ നമുക്ക് നല്ല സൗകര്യത്തോടു കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഹട്ട് ഒലിയൂസിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വയനാട്ടിലെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു റിസോർട്ട് തന്നെയാണ് ഒലിയൂസ് റിസോർട്ട്. അപ്പോൾ ഏതായിരുന്നാലും ഈ വീഡിയോ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ വാങ്ങട്ടെ. ബൈ.